നമുക്ക് കമ്പനി അക്കൗണ്ട്സ് പഠിക്കാം. ആദ്യം എന്താണ് കമ്പനി? സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഓഫ് Companies Act 2013 defines a company. Company means a company incorporated under the Companies Act 2013 or under any previous company law. Companies Act 2013 പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും കമ്പനി ലോ പ്രകാരമോ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികളെയാണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രീവിയസ് കമ്പനി ലോ, മുമ്പുണ്ടായിരുന്ന കമ്പനി ലോ ഏതൊക്കെയാണെന്ന് സെക്ഷൻ 267 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രീവിയസ് കമ്പനി ലോ? പ്രീവിയസ് കമ്പനി ലോ മീൻസ് എനി കമ്പനി ലോ സ്പെസിഫൈഡ് 1 ദ കമ്പനീസ് ആക്ട് 1866, അതുപോലെ അതിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും കമ്പനി ലോ, അതുപോലെ കമ്പനീസ് ആക്ട് 1882, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1930, Registration of Transferred Companies Ordinance 1942, Companies Act 1956, അതേപോലെ പോർച്ചുഗീസ് കൊമേഴ്സ്യൽ കോഡ്, രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് സിക്കിം ആക്ട് 1961, പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ അവരുടെ പ്രത്യേക പദവി പ്രകാരം നിലനിന്നിരുന്ന ചില ലോകൾ, ഇതെല്ലാം നമ്മൾ പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയും. അപ്പോൾ മുമ്പുണ്ടായിരുന്ന കമ്പനി ലോ പ്രകാരമോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള നമ്മൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ ഇൻകോർപ്പറേറ്റ് ചെയ്ത എല്ലാ കമ്പനികളെയും കമ്പനി എന്ന് പറയും. എന്താണ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? കമ്പനി ഫോം ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കമ്പനികൾ ഫോം ചെയ്യുമ്പോഴും ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികളെയെല്ലാം നമുക്ക് കമ്പനി എന്ന് പറയാം. പക്ഷേ ഈ ഡെഫിനിഷൻസ് വായിക്കുമ്പോൾ കമ്പനി എന്താണെന്നുള്ളതിനെ പറ്റി ഒരു വലിയ പിക്ചർ കിട്ടില്ല. കമ്പനി എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്പനി എന്ന് പറയുന്നത് an association of many person, കുറേ ആളുകൾ കൂടിച്ചേർന്ന സംഭവങ്ങളെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. അവർ അതിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും, അതിലേക്ക് അവർ ഷെയർ ക്യാപിറ്റലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് അവർ അതിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അവർ ഷെയർ ചെയ്തെടുക്കും. ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മണിയെയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എന്ന് പറയും. കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് മെമ്പേഴ്സ് എന്ന് പറയും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മെമ്പേഴ്സ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ദി ഈറ്റ് ക്യാപിറ്റൽ, അതിനെ ഷെയർ എന്ന് പറയും. ഓരോ മെമ്പർമാർ ആ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും സ്മോൾ യൂണിറ്റ്സ് ആക്കിയിട്ട്. ആ ഓരോ യൂണിറ്റ്സിനെയും നമുക്ക് ഷെയർ എന്ന് പറയാം. ഈ ഷെയർ ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷേ പ്രൈവറ്റ് കമ്പനിയുടെ കേസുകളിലാണെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താണ് ഡെഫിനിഷൻ. കമ്പനി മീൻസ് എ കമ്പനി that is an association of many person who contribute money or money's worth to a common stock, and they employ in some trade or business. They share the profit or loss arising therefrom. The common stocks are contributed, that is denoted in money, that is the capital of the company. The person who contributed, they are called as members. The proportion of the capital to each member is entitled, that is share. The shares are transferable but subject to some റെസ്ട്രിക്ഷൻസ്. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, ഇതിനാണ് നമ്മൾ ജനറലി ഒരു കമ്പനി എന്ന് പറയുന്നത്. എന്താണ് ഒരു കമ്പനിയുടെ പ്രത്യേകത? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനി ഇസ് എൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. കമ്പനി നമ്മൾ ഫോം ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്നതാണ് ഇൻകോർപ്പറേഷൻ. ഓക്കെ, ഒരു കമ്പനി ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി registered with register of companies. Okay, therefore that is an incorporated association ആണെന്ന് നമുക്ക് പറയാം. കമ്പനി ഇസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കമ്പനി അതിൻ്റെ ഓണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലനിൽപ്പുണ്ട്. കമ്പനി ഈസ് നോൺ ബൈ ഇറ്റ്സ് ഓൺ നെയിം. കമ്പനി ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് different from its members. Okay, company can be sued, company can sue any other person, and company is known by its own name. And ലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്നുള്ളതൊരു പ്രത്യേകതയാണ്. അൺലിമിറ്റഡ് കമ്പനിയും ഫോം ചെയ്യാം, പക്ഷെ കമ്പനിയുടെ ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനിയോ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനിയോ ഫോം ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ആണെന്ന് പറയാം.
പെർപ്പച്വൽ സക്സഷൻ, കമ്പനിക്ക് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഉണ്ട്. കമ്പനിയുടെ ഏതെങ്കിലും മെമ്പർമാർ മരിക്കുകയോ എല്ലാ മെമ്പർമാരും മരിക്കുകയോ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡർ ഉണ്ടാവുകയോ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദ കമ്പനി. കമ്പനി വിൽ ഗോ ഓൺ. A company came into existence by a legal process and company will put to end only by a legal process. കമ്പനി നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു ലീഗൽ പ്രോസസ്സ് വഴിയാണ്. ഇനി ആ കമ്പനി ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ അത് വൈൻഡിങ് അപ്പ് ആ പ്രൊസീജിയർ വഴി തന്നെ പോയാലാണ് കമ്പനിയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, എല്ലാ മെമ്പർമാരും കൂടി ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും മരണപ്പെട്ടു എന്നിരുന്നാൽ പോലും കമ്പനി വിൽ സർവൈവ്. കമ്പനി ഹാസ് എ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് എന്ന് പറയാം. അതാണ് പെർപ്പച്വൽ സക്സഷൻ. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. പക്ഷേ കമ്പനിയുടെ മാനേജ്മെൻറ്റ് അതിൽ നിന്ന് ഇലക്റ്റ് ചെയ്ത ആളുകളെ അവരെ ഡയറക്ടേഴ്സ് എന്ന് പറയാം. ആ ഡയറക്ടേഴ്സിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരാണ് ആ കളക്റ്റീവ് ബോഡി. അവരാണ് കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ കമ്പനിയുടെ ഓണർഷിപ്പ് വിൽ ബി വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ്, ബട്ട് ദ മാനേജ്മെൻറ്റ് വിൽ ബി വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാം, അത് കമ്പനിയുടെ പ്രത്യേകതയാണ്. പക്ഷേ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി ഒരു മനുഷ്യനല്ല, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. മെമ്പേഴ്സ് ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനീസ് പ്രോപ്പർട്ടി. കമ്പനിയുടെ ഓണേഴ്സ് മെമ്പേഴ്സ് ആണെങ്കിലും കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് അത് കമ്പനി തന്നെയാണ്. മെമ്പേഴ്സ് ആർ നോട്ട് ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനീസ് പ്രോപ്പർട്ടി. ഇതൊക്കെയാണ് കമ്പനിയുടെ പ്രത്യേകതകൾ. ഒന്ന് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, പെർപ്പച്വൽ സക്സഷൻ, separation of ownership and management, transferability of shares, artificial person. Members are not the owners of the company's property. Okay, these are the characteristics of a company. ഇനി ഒരു കമ്പനി ഫോം ചെയ്യാം. 3 രീതിയിൽ നമുക്ക് ഒരു കമ്പനി ഫോം ചെയ്യാം. ഒന്ന്, അതൊരു പബ്ലിക് കമ്പനി ആയിട്ട് വേണമെങ്കിൽ ഫോം ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഫോം ചെയ്യാം, അല്ലെങ്കിൽ 1 person കമ്പനി ആയിട്ട് ഫോം ചെയ്യാം. പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 7 അതിൽ കൂടുതലോ ആളുകൾ വേണം, 7 or more person. പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ 2 അതിലധികമോ ആളുകൾ ഉണ്ടായാൽ മതി. 1 person കമ്പനി ഫോം ചെയ്യണമെങ്കിൽ ഒരാളുണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ കമ്പനി ഫോം ചെയ്യുന്നത് ലോഫുൾ പർപ്പസിനായിരിക്കണം. നിയമം അനുവദിക്കുന്ന പർപ്പസിന് ഒരു കമ്പനി നമുക്ക് ഫോം ചെയ്യാം. സെക്ഷൻ 3 ഓഫ് കമ്പനീസ് ആക്ട് പറയുന്നു, എ കമ്പനി മേ ബി ഫോം ഫോർ എനി ലോഫുൾ പർപ്പസ്. നിയമം അനുവദിക്കുന്ന ഏത് പർപ്പസിന് വേണ്ടിയും കമ്പനി ഫോം ചെയ്യാം. എങ്ങനെ ഫോം ചെയ്യാം? 7 or more person, 7 ആളുകൾ ഉണ്ടായിരിക്കണം. വെർ ദ കമ്പനി ടു ബി ഫോംഡ് ഈസ് ടു ബി എ പബ്ലിക് കമ്പനി. നിങ്ങൾ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 അതിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 or more person ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 1 person, where the company is to be formed is a 1 person company, that is to say a private company. 1 person കമ്പനിയും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട ആളുകൾ 7 or more person, 2 or more person, 1 person, they should subscribe their name. അവരുടെ പേര്, their name or his name. സിംഗിൾ പേഴ്സൺ കമ്പനി ആണെങ്കിൽ 1 person കമ്പനി ആണെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 അതിലധികം ആളുകളോ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 അതിലധികം ആളുകളോ, ദേ ഷുഡ് സബ്സ്ക്രൈബ് ദെയർ നെയിം ഓർ ഹിസ് നെയിം ടു എ മെമ്മോറാണ്ടം ആൻഡ് കംപ്ലൈ ദ റിക്വയർമെന്റ്സ് ഓഫ് ദിസ് ആക്ട് ഇൻ റെസ്പെക്ട് ഓഫ് രജിസ്ട്രേഷൻ. കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെന്റ്സും അവർ കംപ്ലൈ ചെയ്യുകയും ചെയ്താൽ ഒരു കമ്പനി ഫോം ചെയ്യാം. കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലോഫുൾ പർപ്പസ് by 7 or more person, where the company is to be formed as a public company, 2 or more person, where the company is to be formed as a private company, 1 person, where the company is to be formed as a 1 person company, that is to say a private company, by subscribing their name or his name to a
മെമ്മോറാണ്ടം. ഒരു മെമ്മോറാണ്ടത്തിൽ അവർ പേരെഴുതി അവർ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് അവരെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിടണം. ഓക്കെ, ദേ ഷുഡ് സബ്സ്ക്രൈബ് ദിയർ നെയിം or his name to a memorandum and also comply with the requirements of this act. This act എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പറയുന്ന എല്ലാ റിക്വയർമെന്റ്സും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇൻ റെസ്പെക്ട് ഓഫ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ റിക്വയർമെന്റ്സും കംപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് സെക്ഷൻ 3 പറയുന്നത്. ഇനി 3(2) പറയുന്നു, ആ ഫോം ചെയ്യുന്ന കമ്പനികൾ നമുക്ക് 3 രീതിയിൽ ഫോം ചെയ്യാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഫോം ചെയ്യാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഫോം ചെയ്യാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാം. ഫോം ചെയ്യുന്ന കമ്പനികൾ അത് ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആവാം. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കമ്പനി ഫോം ചെയ്യുന്നത് 3 രീതിയിൽ നമുക്ക് ഫോം ചെയ്യാം. പബ്ലിക് കമ്പനി ഫോം ചെയ്യാം, പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാം, 1 person കമ്പനി ഫോം ചെയ്യാം. ആ ഫോം ചെയ്യുന്ന കമ്പനികൾ അത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആവാം. ഓക്കെ, ഇതാണ് ഫോർമേഷൻ ഓഫ് കമ്പനി. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിംഗ് സച്ച് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ് ചെയ്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, ആൻഡ് ബൈ വിറ്റ്സ് ആർട്ടിക്കിൾസ്, അതിൻ്റെ ആർട്ടിക്കിൾസിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ടാവും. സെക്ഷൻ 2 സബ്സെക്ഷൻ 68(1) എന്താണ്? റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. അതിൻ്റെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ടാവും അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. അതേപോലെ ലിമിറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. അതിലെ മെമ്പർമാരുടെ മാക്സിമം എണ്ണം 200 ആണ്. 200-ൽ കൂടാൻ പാടില്ല. അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ലിമിറ്റഡ് ടു 200 എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് 1 person കമ്പനി. 1 person കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. അവിടെ റെസ്ട്രിക്ഷൻസ് ഒരാൾ തന്നെയല്ലേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മറ്റ് പ്രൈവറ്റ് കമ്പനികളാണെങ്കിൽ അതിൻ്റെ മാക്സിമം 200 മെമ്പേഴ്സേ പാടുള്ളൂ. ഓക്കെ, അതുപോലെ അതിൻ്റെ ആർട്ടിക്കിൾസിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 3rd condition prohibits any invitation to public for subscription of any securities of the company. അതിൻ്റെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിന്, കമ്പനിയുടെ സെക്യൂരിറ്റി ഷെയർ, ഡിബഞ്ചർ പോലത്തെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിന് പബ്ലിക്കിനെ ക്ഷണിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അതാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ 3 കണ്ടീഷൻസ്. ഇതെല്ലാം പറയുന്നത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്താണ്. ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എ പ്രൈവറ്റ് കമ്പനി ഹാവിങ് സച്ച് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. നേരത്തെ അത് 1 lakh rupees എന്നൊക്കെ ആയിരുന്നു. പക്ഷേ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015 വന്നപ്പോൾ ആണ് അവിടെ ഈ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നേരത്തെ ഇവിടെ 1 lakh rupees എന്നായിരുന്നു. അപ്പോൾ ഈ 1 lakh rupees റിമൂവ് ചെയ്തു. ഇപ്പോൾ എങ്ങനെ പറയുന്നുള്ളൂ? ഹാവിങ് സച്ച് മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ആ പറയുന്ന മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പ്രിസ്ക്രൈബ് ചെയ്ത മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണമെന്നാണ്. കമ്പനീസ് റൂൾസിൽ, ഗവൺമെൻറ് റൂൾസ് പറയും, ആ റൂൾസിൽ പ്രിസ്ക്രൈബ് ചെയ്ത മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആൻഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്, അതിൻ്റെ ആർട്ടിക്കിൾസിൽ 3 കാര്യങ്ങൾ പറയണം. ഒന്ന് റെസ്ട്രിക്ഷൻ ആണ്. ഒരു കാര്യം പറയുന്നത് റെസ്ട്രിക്ഷൻസ് ആണ്. എന്താണ്? റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ് ആൻഡ് ലിമിറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. prohibits any invitation to public for subscription of any securities of the company. ഇവിടെ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ആണ്. ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നല്ല, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷെയർസ് ആണ്. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? സെക്യൂരിറ്റീസ് എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെക്യൂരിറ്റീസ് എന്നാണ്. അപ്പോൾ ഒന്ന്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സെക്യൂരിറ്റീസ്, കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങാൻ വേണ്ടി പബ്ലിക്കിനെ ക്ഷണിക്കാനേ പാടില്ല. അത് പ്രൊഹിബിഷനാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ,
പിന്നെ പറയുന്നത് for 2 or more person hold 1 or more shares in a company jointly, they shall for this purpose treated as a single മെമ്പർ. അപ്പോൾ ഒരു എയും ബിയും സിയും കൂടെ 3 പേര് കൂടെ അല്ലെങ്കിൽ 4 5 ഒന്നിൽ കൂടുതൽ ആളുകൾ ജോയിൻ്റ്ലി ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഈ പർപ്പസിന് സിംഗിൾ മെമ്പറായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഒരാളായിട്ടാണ് ട്രീറ്റ് ചെയ്യുള്ളൂ. ഈ 200 എന്നുള്ള ഇത് കൗണ്ട് ചെയ്യാൻ അവരെ കൗണ്ട് ചെയ്യുമ്പോൾ സിംഗിൾ മെമ്പറായിട്ടാണ് കണക്കാക്കുകയുള്ളൂ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടിയിട്ട് ഒന്നോ അതിലധികമോ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾ 2 or more person, 2ൽ കൂടുതൽ ആളുകൾ 2 അതിലധികമോ ആളുകൾ ഷെയർ ഹോൾഡ് ചെയ്യുന്നു, ഒന്നോ അതിലധികമോ ഷെയർ ഹോൾഡ് ചെയ്യുന്നു. അവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ മെമ്പറായിട്ടാണ് കണക്കാക്കുള്ളൂ. ജോയിൻ്റ്ലി ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സിംഗിൾ മെമ്പറായിട്ടാണ് കണക്കാക്കുള്ളൂ. അത്രയേ ഉള്ളൂ പറയാം. പിന്നെ വേറെ കാര്യം പറയുന്നത് പേഴ്സൺ ഹു ആർ ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി, കമ്പനിയിൽ എംപ്ലോയ്മെൻറ്റിലുള്ള ആളുകൾ, അല്ലെങ്കിൽ വേറെ പേഴ്സൺ ഹു ഹാവ് ബീൻ ഫോർമർലി ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി, കമ്പനിയിൽ നേരത്തെ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ, ആൻഡ് വേർ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി, അവർ കമ്പനിയുടെ മെമ്പർമാരായിരുന്നു എപ്പോഴും അവർ എംപ്ലോയ്മെൻറ്റിലുള്ള സമയത്ത്. ഓക്കെ, while in that employment and they continue to be a members, അവരിപ്പോഴും മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ആഫ്റ്റർ ദ എംപ്ലോയ്മെൻറ്റ് ഈസ് സീസ്ഡ്, എംപ്ലോയ്മെൻറ്റ് അവസാനിച്ചതിന് ശേഷവും അവർ മെമ്പർമാരായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അവരെ they shall not be included in the number of members, അവരെ ഈ 200 കൗണ്ട് ചെയ്യുമ്പോൾ അവരെ മെമ്പർമാരുടെ എണ്ണത്തിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ കമ്പനിയുടെ കറൻ്റ്ലി ഉള്ള എംപ്ലോയ്മെൻറ്റിലുള്ള ആളുകളും നേരത്തെ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരുന്ന ആളുകൾ അവർ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പോയതിനു ശേഷവും കമ്പനിയുടെ മെമ്പർമാരായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഈ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, ഇത്രയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. Private company means a company having such minimum paid up share capital as will prescribed and by its articles. അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ 3 കാര്യങ്ങൾ പറയുന്നു. 268(1), 268(2) and 268(3) restricts the right to transfer its shares, limit the number of members to 200, prohibits an invitation to public to subscribe for any securities of the company. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷെയർസ് എന്നാണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സെക്യൂരിറ്റീസ് എന്നാണ്. കമ്പനിയുടെ ഒരു സെക്യൂരിറ്റിയും വാങ്ങാൻ വേണ്ടി ആരെയും ക്ഷണിക്കാൻ പാടില്ല. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? പ്രൊഹിബിഷൻസ് ഉണ്ട്. എന്താണ് പ്രൊഹിബിഷൻസ്? സെക്യൂരിറ്റീസ് വാങ്ങാൻ ആരെയും ക്ഷണിക്കാൻ പാടില്ല, പബ്ലിക്കിനെ ക്ഷണിക്കാൻ പാടില്ല, അത് പ്രൊഹിബിഷനാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് കമ്പനിയിലേക്ക് പോവാം. പബ്ലിക് കമ്പനി. എന്താണ് പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്തതെല്ലാം പബ്ലിക് കമ്പനിയാണ്. ഓക്കെ, ആൻഡ് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മൈ പ്രിസ്ക്രൈബ്. ഇവിടെയും നേരത്തെ 5 lakhs എന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ആ കമ്പനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. ഇത് 2015 കമ്പനീസ് അമെൻമെൻറ്റ് ആക്ടിൽ വന്ന ഒരു അമെൻമെൻ്റ് ആണ്. ആ 5 lakhs എന്നുള്ള വേർഡ്സ് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇത്രേ പറയുന്നുള്ളൂ. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആസ് മൈ പ്രിസ്ക്രൈബ് ചെയ്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എ കമ്പനി വിച്ച് ഇസ് സബ്സിഡറി ഓഫ് എ കമ്പനി നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി, അതായത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനികളുടെ സബ്സിഡറി ആയി വരുന്ന കമ്പനികൾ, അതായത് പബ്ലിക് കമ്പനിയുടെ സബ്സിഡറികൾ, പബ്ലിക് കമ്പനിയുടെ സബ്സിഡറികളെ ഷാൾ ബി ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി. അവരെ പബ്ലിക് കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയി കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് കമ്പനിയെയും പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. ഈവൻ ദ കണ്ടിന്യൂ ടു ബി എ പ്രൈവറ്റ് കമ്പനി ആർട്ടിക്കിൾസ്, അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴും അതിനെ ഡീംഡ് ടു ബി എ പബ്ലിക് കമ്പനി, അതിനെ പബ്ലിക് കമ്പനി ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പബ്ലിക് കമ്പനി? സെക്ഷൻ 2 subsection 71 defines it is not a private company and having such minimum paid up share capital as may prescribed
A company which is a subsidiary of a company not being a private company. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയുടെ സബ്സിഡിയറി ആയി കഴിഞ്ഞാൽ that shall be deemed to be a public company. അതായത് ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി വന്നു കഴിഞ്ഞാൽ that will be deemed to be a public company, even that company continue to be a private company in its articles. Okay. ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 62 1 person company. ഒരു സിംഗിൾ ലൈൻ ഡെഫിനിഷൻ ആണ്. 1 person company means a company which has only one person as a member. ഒരു മെമ്പർ മാത്രം ഉള്ള കമ്പനികളെയാണ് നമ്മൾ 1 person company എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഡെഫിനിഷൻസ് ഇത്രേ പറയുന്നുള്ളൂ. 1 person company means a company which has only one person as a member. In section 2 subsection 52 defines listed company. Listed company means a company just any of its security listed on any recognized stock exchange. ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൻ്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളെ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയും. ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനികളെയും അൺലിസ്റ്റഡ് കമ്പനി എന്ന് പറയാം. അൺലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ ലിസ്റ്റഡ് കമ്പനി. ഓക്കെ. ഇനി ഫോറിൻ കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 42 ഡിഫൈൻസ് ഫോറിൻ കമ്പനി. എന്താണ് ഫോറിൻ കമ്പനി എന്ന് നമുക്ക് നോക്കാം. ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ്. കമ്പനിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റോ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അവർക്ക് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. ബൈ ഇറ്റ് സെൽഫ്, നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻറ്റ് വഴിയോ ഫിസിക്കലിയോ ഇലക്ട്രോണിക് മോഡ് വഴിയോ ഏതെങ്കിലും വഴി അവർക്ക് ബിസിനസ് ഉണ്ട് ഇന്ത്യയിൽ. അത് പക്ഷെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡാണ്, ഇന്ത്യക്ക് വെളിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്, അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികളാണ്. ബട്ട് ഹാവിങ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അവർക്ക് ബിസിനസ് ഉണ്ട്. ബൈ ഇറ്റ് സെൽഫ്, നേരിട്ടോ ഏജൻറ്റ് വഴിയോ ഫിസിക്കലിയോ ഇലക്ട്രോണിക് മോഡ് വഴിയോ. ആൻഡ് കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നു. ഇൻ എനി അതർ മാനർ, ഏത് വഴി എങ്കിലും ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നു അവരെ നമുക്ക് ഫോറിൻ കമ്പനി എന്ന് പറയാം. ഇവിടെ കീവേഡ് ഇതാണ്, ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികളാണ്. ജസ്റ്റ് എ പ്ലേസ് ഓഫ് കമ്പനി തന്നെ ആയിരിക്കണം എന്നില്ല, അവരെ എന്ത് പേരിട്ട് വിളിച്ചാലും. ഓർ ബോഡി കോർപ്പറേറ്റ്, കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് which is incorporated outside India, which is a place of business in India, whether by itself or through an agent, physically or through electronic mode, and conduct any business activity in India in any other manner. That is a foreign company. Section 2 subsection 42, foreign company. Okay. Next, government company. Section 2 subsection 45 defines government company. ഇതാണ് ഗവൺമെൻറ് കമ്പനി. ഗവൺമെൻറ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51%, നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ 51% കുറയാത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് or any state government or governments, partly by central government and partly by one or more state government. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ പാർട്ട്ലി സെൻട്രൽ ഗവൺമെൻറ്റും മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കൂടെ കൂടിയിട്ടോ ഏതെങ്കിലും കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 51% കുറയാത്ത ഭാഗം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികളെ ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. ഓക്കെ. മാത്രമല്ല ഇതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇൻക്ലൂഡ്സ് എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡറി ഓഫ് സച്ച് ഗവൺമെൻറ് കമ്പനി. ഏതെങ്കിലും കമ്പനികൾ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡറി ആയിക്കഴിഞ്ഞാൽ ആ സബ്സിഡറി കമ്പനികളെയും ഗവൺമെൻറ് കമ്പനിയായിട്ട് കണക്കാക്കും. ഓക്കെ. അതായത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഗവൺമെൻറ്റിന് 51% അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഷെയർ ഉണ്ടെങ്കിൽ
എക്സ് ലിമിറ്റഡ് ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിൻ്റെ സബ്സിഡറി കമ്പനിയാണെങ്കിൽ അപ്പോൾ വൈ ലിമിറ്റഡും ഗവൺമെൻറ് കമ്പനിയായിട്ട് അറിയപ്പെടും. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കമ്പനി മീൻസ് എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ any state government or governments or partly by central government and partly by one or more state government. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. and includes a company which is a subsidiary of such a government company. ഇനി നമ്മൾ കമ്പനി ഫോം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് കമ്പനി ഫോം ചെയ്യാം, പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാം, 1 person കമ്പനി ഫോം ചെയ്യാം. ആ കമ്പനികൾ അതെന്തായിരിക്കും? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആവാം. ഓക്കെ, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കമ്പനി ഫോം ചെയ്യാമെന്ന് നമ്മൾ പറയും. ഓക്കെ, എന്താണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ? അൺലിമിറ്റഡ് കമ്പനി മീൻസ് എ കമ്പനി നോട്ട് ഹാവിങ് എനി ലിമിറ്റ്. ഓക്കെ, നോട്ട് ഹാവിങ് എനി ലിമിറ്റ്, ഒരു ലിമിറ്റും ഇല്ല. ലാബിലിറ്റിക്ക് ഒരു ലിമിറ്റും ഇല്ല. മെമ്പർമാരുടെ ലാബിലിറ്റിക്ക് ഒരു ലിമിറ്റും ഇല്ലാത്ത കമ്പനികളെയാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കമ്പനി മീൻസ് എ കമ്പനി നോട്ട് ഹാവിങ് എനി ലിമിറ്റ് ഓൺ ലാബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിന് മെമ്പർമാരുടെ ലാബിലിറ്റിക്ക് ഒരു ലിമിറ്റും ഇല്ലാത്ത കമ്പനികളെയാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇവരുടെ ഇത്തരം കമ്പനികളുടെ മെമ്പർമാരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. എന്തിലേക്ക് ലിമിറ്റഡ് ആണ്? ലിമിറ്റഡ് ടു ദ എമൗണ്ട്. ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഒരു അണ്ടർടേക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ടു ദ അസറ്റ്സ് ഓഫ് ദി കമ്പനി ഇൻ ദ ഇവന്റ് ഓഫ് ബീങ് വൗണ്ട് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ്സിലേക്ക് അവരൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് അവരൊരു അണ്ടർടേക്കിംഗ് പറഞ്ഞു. എന്തിനകത്ത് അണ്ടർടേക്കിംഗ് പറഞ്ഞിരിക്കുന്നത്? മെമ്മോറാണ്ടത്തിനകത്ത്. ഈ മെമ്മോറാണ്ടത്തിനകത്ത് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എത്രയാണെന്ന് പറയുന്നുണ്ട്. എത്രയാണെന്ന് പറയുന്നു? ദ ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു സച്ച് എമൗണ്ട് as the members may respectively undertake to contribute to the assets of the company in the event of being wound up. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കുറേ കാശിന് അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കമ്പനിയുടെ അസറ്റ്സിലേക്ക് ഓരോ മെമ്പർമാരും എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് അവർ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് ആ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. ഓക്കെ, അത് വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രം കൊടുത്താൽ മതി. അതിന് മുമ്പൊന്നും കമ്പനിയുടെ മെമ്പർമാർക്ക് ലയബിലിറ്റി ഇല്ല. ലയബിലിറ്റി എപ്പോഴേ വരുള്ളൂ? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റി വരുള്ളൂ. എത്ര എമൗണ്ട് ആണ് അവരുടെ ലയബിലിറ്റി? ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതാണ് ആ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. അതിനപ്പുറത്തേക്ക് ഒരു പൈസയും കമ്പനിയുടെ മെമ്പർമാർ കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല. കമ്പനിക്ക് എത്ര ലയബിലിറ്റി ഉണ്ടായാലും മെമ്പർമാർ ലയബിൾ അല്ല. മെമ്പർമാരുടെ ലയബിലിറ്റി എത്രയേ ഉള്ളൂ? ദ എമൗണ്ട് ദേ അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട്. ഇത് എപ്പോൾ കൊടുത്താൽ മതി? വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രം കൊടുത്താൽ മതി. വേറെ ടൈപ്പ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇത്തരം കമ്പനികളിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ബൈ മെമ്മോറാണ്ടം ടു ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്. അവരെത്ര ഷെയർ എത്ര എമൗണ്ടിൻ്റെ ഷെയർ എടുത്തിട്ടുണ്ട് ഓരോ മെമ്പർമാരും, ആ ഷെയറിൽ ഇനി എത്ര അൺപെയ്ഡ് എമൗണ്ട് ഉണ്ട്, ആ അൺപെയ്ഡ് എമൗണ്ട് മാത്രം ഇനി ഓരോ മെമ്പർമാരും കൊടുത്താൽ മതി. അതാണ് അവരുടെ ലയബിലിറ്റി. അപ്പോൾ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ബൈ മെമ്മോറാണ്ടം. ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ മെമ്മോറാണ്ടത്തിനകത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ മെമ്മോറാണ്ടം ടു ദ എമൗണ്ട് if any unpaid on the shares respectively held by them. ഓരോരുത്തരും എടുത്തിരിക്കുന്ന ഷെയറുമ്മൽ ഇനി എത്ര എമൗണ്ട് ആണ് അൺപെയ്ഡ്, അൺപെയ്ഡ് എമൗണ്ട് ആണ് ഓരോ മെമ്പർമാരുടെയും ലയബിലിറ്റി. ഈ എമൗണ്ട് വൈൻഡിങ് അപ്പ് സമയത്തല്ല കൊടുക്കേണ്ടത്. എപ്പോഴാണ് കമ്പനി ഓരോ
ഷെയർ ഹോൾഡേഴ്സിനോടും എമൗണ്ട് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന സമയത്ത് കൊടുക്കണം. ഓക്കെ, ഓരോ കോൾസ് വിളിക്കുമ്പോഴും ഷെയറിൻ്റെ കോൾസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. കോൾസ് എല്ലാം ആ കോൾസ് വിളിക്കുമ്പോഴെല്ലാം മെമ്പർമാർ ആ എമൗണ്ട് കൊടുക്കണം. ഓക്കെ, കമ്പൈൻഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്ത് കൊടുത്താൽ മതി. കമ്പൈൻഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ കോൾ ചെയ്യുമ്പോഴും അതിൻ്റെ എമൗണ്ട് കൊടുക്കണം. ഓക്കെ, അത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലയബിലിറ്റി അവസാനിച്ചു. പിന്നീട് കമ്പനിക്ക് ഉണ്ടാവുന്ന ഒരു ലയബിലിറ്റിക്കും മെമ്പർമാർ ലയബിളല്ല. ദെയർ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്. ഓക്കെ, അതാണ് അൺലിമിറ്റഡ് കമ്പനി, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. നെക്സ്റ്റ് കമ്പനി subsidiary company. Okay, subsidiary company defines in section 2 subsection 87. Subsidiary company means a company in which the holding company control the composition of the board of directors. ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. എന്താണ് ഈ കൺട്രോൾ ദ കമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനിക്ക്, അതായത് ഈ ഹോൾഡിംഗ് കമ്പനിക്ക് ആ സബ്സിഡിയറി കമ്പനിയിലെ മെജോറിറ്റി ഓഫ് ദി ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഉള്ള അധികാരമുണ്ടെങ്കിൽ നമുക്ക് പറയാം കൺട്രോൾ ദ കമ്പോസിഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവിടെ ഷെയർ ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല, ഏതെങ്കിലും വഴി അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനോ മെജോറിറ്റി ഓഫ് ദി ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനോ അപ്പോയിൻറ്റ് ചെയ്യാനോ ഉള്ള അധികാരം ഒരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ ആ കൺട്രോൾ ചെയ്യുന്ന കമ്പനി ഹോൾഡിംഗ് കമ്പനിയും ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനിയെ സബ്സിഡിയറി കമ്പനി എന്നും പറയാം. ദെൻ സെക്ഷൻ ഓർ അല്ലെങ്കിൽ 287(2) പറയുന്നു, എക്സസൈസ് ഓർ കൺട്രോൾ മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ. ഈ വോട്ടിംഗ് പവർ എന്നുള്ള വാക്കും പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നേരത്തെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ ആയിരുന്നു, അത് മാറ്റി വോട്ടിംഗ് പവർ എന്നാക്കിയിട്ടുണ്ട്. എക്സസൈസ് ഓർ കൺട്രോൾ മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ either by its own or together with one or more of its subsidiary companies. നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സിഡിയറി കമ്പനികൾ വഴിയോ അത് മറ്റേ കമ്പനിയിലെ പകുതി വോട്ടിംഗ് പവർ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനി സബ്സിഡിയറി കമ്പനിയും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനിയുമായിട്ട് അറിയപ്പെടും. ഓക്കെ, നേരത്തെ ഇവിടെ ഷെയർ ക്യാപിറ്റലിൽ നിന്നായിരുന്നു ഇത് വോട്ടിംഗ് പവർ എന്നാക്കിയത്. കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2017 ഇത് വോട്ടിംഗ് പവർ എന്ന് മാറ്റിയത്. ഓക്കെ, അപ്പോൾ 287(1) 287(2) ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മതി. ഓക്കെ, ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സസൈസ് ഓർ കൺട്രോൾ മോർ ദൻ 1/2 ഓഫ് ദ ടോട്ടൽ വോട്ടിംഗ് പവർ either at its own or together with one or more of its subsidiaries. അത് ഒരു കമ്പനി നേരിട്ട് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡിയറികൾ വഴിയോ കൺട്രോൾ ചെയ്താലും മതി. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സബ്സിഡിയറി കമ്പനി എന്ന് പറയും. കൺട്രോൾ ചെയ്യുന്നത് ആരാണോ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഓക്കെ, അത് ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനിയും ബി അതിൻ്റെ സബ്സിഡിയറി ആണെങ്കിൽ, പിന്നെ സി ബി ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി ആണെങ്കിൽ സി എ ലിമിറ്റഡിൻ്റെയും കൂടെ സബ്സിഡിയറി ആവും. ബി ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് എ ലിമിറ്റഡ്. ബി ഒരു സബ്സിഡിയറിയാണ്. ബി ആരുടെ സബ്സിഡിയറിയാണ്? എയുടെ സബ്സിഡിയറിയാണ്. സി ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് ബി ലിമിറ്റഡ്. സി ഈ ബിയുടെ സബ്സിഡിയറിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സി എയുടെയും കൂടെ സബ്സിഡിയറി ആവും. ബി ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് എ ലിമിറ്റഡ്, സി ലിമിറ്റഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് ബി ലിമിറ്റഡ്, and therefore C limited is subsidiary of A limited. Okay, നേരിട്ടുള്ളതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സിഡിയറികൾ വഴി കൺട്രോൾ ഉണ്ടായാലും
ഒരു കമ്പനി ഹോൾഡിംഗ് കമ്പനിയും ആരെയാണോ കൺട്രോൾ ചെയ്യുന്നത് ആ കൺട്രോൾ ചെയ്യപ്പെടുന്ന കമ്പനി സബ്സിഡിയറി കമ്പനിയും ആവും. സ്മോൾ കമ്പനി സെക്ഷൻ 2 സബ്സെക്ഷൻ 85 ആരാണ് സ്മോൾ കമ്പനി? സ്മോൾ കമ്പനി മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി അല്ലാതിരിക്കണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിനെ സ്മോൾ കമ്പനി എന്ന് പറയില്ല. Paid up share capital of that company does not exceed 50 lakh. 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതിന് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. നേരത്തെ 50 ലക്ഷം ആയിരുന്നില്ല. ഈ 50 ലക്ഷം എന്നുള്ളത് നേരത്തെ 50 ലക്ഷം തന്നെ ആയിരുന്നു. ഓക്കെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakh or such higher amount as may prescribed which shall not be more than 10 crore. ഈ 10 crore എന്ന് പറയുന്നത് റീസെൻ്റ്ലി 2017 അമെൻമെൻറ്റ് ആക്റ്റിലാണ് ഈ 10 crore ആക്കിയത്. നേരത്തെ 10 crore ആയിരുന്നില്ല. അപ്പോൾ എന്താണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 50 lakh. ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടരുത്. 50 ലക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് സ്മോൾ കമ്പനി അല്ല. ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. ഈ 50 ലക്ഷം മാറ്റിയിട്ട് ഗവൺമെൻറ്റിന് വേറൊരു എമൗണ്ട് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് 10 കോടിയിൽ കൂടരുത് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട് ടു പ്രിസ്ക്രൈബ് ഹയർ എമൗണ്ട്. ഹയർ എമൗണ്ട് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷേ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഹയർ എമൗണ്ട് 10 കോടിയിൽ കൂടരുത്. ഓക്കെ, ആൻഡ് ഈ ആൻഡ് എന്നുള്ളത് നേരത്തെ ഓർ എന്നായിരുന്നു. ആൻഡ് എന്നുള്ള വാക്ക് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആൻഡ് അത് കമ്പനീസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു ഓർഡർ പ്രകാരം 2015 ഈ ഓർ എന്നുള്ളത് മാറ്റിയിട്ട് ആൻഡ് ആക്കിയാണ്. അപ്പം ആൻഡ് ടേൺ ഓവർ ഓഫ് വിച്ച് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള ഈ വാക്ക് 2017 അമെൻമെൻറ്റ് ആക്ട് വഴിയാണ് ഈ വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Immediately preceding the financial as per profit and loss account for the immediately preceding financial year does not exceed 2 crore. Profit and loss account il parayunna turnover does not exceed 2 crore. അല്ലെങ്കിൽ or such higher amount as we prescribe which shall not be more than 100 crore. ഈ 2 കോടി മാറ്റിയിട്ട് ഗവൺമെൻറ്റിന് വേറൊരു എമൗണ്ട് വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാം. പക്ഷെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എമൗണ്ട് 100 കോടിയിൽ കൂടരുത്. ഓക്കെ, ഈ 100 കോടി എന്നുള്ള സംഭവം 2017 അമെൻമെൻറ്റ് ആക്റ്റിലാണ് ഇതൊരു 100 കോടി എന്നുള്ളതാക്കിയത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സ്മോൾ കമ്പനി എന്ന് പറഞ്ഞാൽ? സ്മോൾ കമ്പനി മീൻസ് കമ്പനി അതർ ദാൻ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ആണെങ്കിൽ പിന്നെ അത് സ്മോൾ കമ്പനി അല്ല, അത് വേറെ ടൈപ്പ് ഓഫ് കമ്പനിയാണ്. ഓക്കെ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 50 lakh. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടരുത്. അതേപോലെ ആൻഡ് ടേൺ ഓവർ ആസ് പെർ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നല്ല, ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഡസ് നോട്ട് എക്സീഡ് 2 crore. 2 കോടിയിൽ കൂടരുത്. ടേൺ ഓവർ 2 കോടിയിൽ കൂടരുത്. ടി ടേൺ ഓവർ 2 crore. രണ്ടും ടി ആണ്. ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 2 crore. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 50 lakh. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈക്വൽ ടു എന്നല്ല പറയേണ്ടത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് എക്സീഡ് 50 lakh. ടേൺ ഓവർ ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഡസ് നോട്ട് എക്സീഡ് 2 crore. ഇവിടെ എല്ലാം ഒരു കാര്യം കൂടി ഉണ്ട്. ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ പ്രിസ്ക്രൈബ് or such higher amount as may prescribe. Okay, and this clause shall not apply to a holding company or a subsidiary company. ഈ small company എന്ന് പറയുന്ന clause is not applicable to a holding company or a subsidiary company. A company registered under section 8 പ്രകാരം, അതായത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയുള്ള കമ്പനികൾ, പ്രൊമോഷൻ ഓഫ് ആർട്സ്, സയൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ്, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് അവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ഓർ എ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്. പാർലമെൻറ്റിൽ ഏതെങ്കിലും പ്രത്യേക ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനികൾക്കും ബോഡി കോർപ്പറേറ്റുകൾക്കും ഒന്നും ഈ സംഭവങ്ങൾ ആപ്ലിക്കബിൾ അല്ല.
is it not applicable to എന്തിനൊക്കെയാണ് holding company or a subsidiary company, a company registered under section 8 or a company or body corporate governed by any special act. Okay, അവരെയൊന്നും ഈ സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷനിൽ പെടുത്തിയിട്ടില്ല. ഓക്കെ, സ്മോൾ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പല ഫോർമാലിറ്റീസും അവർ ഫുൾഫിൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് സ്മോൾ കമ്പനി ഏതാണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഒരു ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ ഒക്കെ ആണെങ്കിൽ അവർക്കിത് ആപ്ലിക്കബിൾ അല്ല. അതേപോലെ സെക്ഷൻ 8 കമ്പനികൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഗവേൺഡ് ബൈ എനി സ്പെഷ്യൽ ആക്ട്, അവർക്കൊന്നും ഈ ക്ലോസ് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഇത് ഒരുപാട് അമെൻമെൻറ്റ്സുകൾ വന്ന ഒരു സെക്ഷനാണ്. Section 2 subsection 85 small company. Small company means a company other than a public company, paid up share capital does not exceed 50 lakh or such higher amount as may be prescribed, shall not be more than 10 crore and turnover of which as per profit and loss account for the immediately preceding financial year does not exceed 2 crore or such higher amount as may be prescribed, shall not be more than 100 crore. And nothing in this clause shall be applicable to a holding company or a subsidiary company, a company registered under section 8 or a company or body corporate governed by any special act. Okay, next companyയുടെ books of accounts ആണ് section 128 of the Companies Act. The books of accounts of a company to be kept at its registered office. Every company, എല്ലാ കമ്പനികളും ഷാൾ പ്രിപ്പയർ ആൻഡ് കീപ്. പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അത് സൂക്ഷിക്കുകയും വേണം. എവിടെ? അറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. എല്ലാ കമ്പനികളും കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൽ വേണം സൂക്ഷിക്കാൻ. എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെലവൻറ്റ് ബുക്സ് ആൻഡ് പേപ്പേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എവരി ഫിനാൻഷ്യൽ ഇയർ. കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഷാൾ ബി കെപ്റ്റ് at its registered office. Every company shall prepare and keep at its registered office books of accounts and other relevant books and papers and financial statements for every financial year. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ പ്രിപ്പയർ ചെയ്യുന്ന കീപ്പ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം ഷുഡ് ഗിവ് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്ന രീതിയിലായിരിക്കണം. ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. ഇൻക്ലൂഡിങ് ദാറ്റ് ഓഫ് ഇറ്റ്സ് ബ്രാഞ്ച് ഓഫീസ് ഓർ ഓഫീസസ് ഇഫ് എനി. കമ്പനിക്ക് എന്തെങ്കിലും ബ്രാഞ്ചുകളോ ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളുടെ അക്കൗണ്ട്സും കൂടെ വരുന്ന രൂപത്തിൽ വേണം കമ്പനിയുടെ എല്ലാ സംഭവങ്ങളും രജിസ്റ്റേർഡ് ഓഫീസിൽ വേണം കീപ്പ് ചെയ്യാൻ. ബ്രാഞ്ചിൽ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ബ്രാഞ്ചിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറൈസ് റിട്ടേൺ പീരിയോഡിക്കലി രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. ബ്രാഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യാം. ബ്രാഞ്ചിൽ കീപ്പ് ചെയ്തിട്ട് ആ സമ്മറൈസ് റിട്ടേൺ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റേർഡ് ഓഫീസിൽ കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ കണക്കാക്കും. And such books shall be kept on accrual basis. കമ്പനികൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്രൂവൽ ബേസിസിൽ തന്നെ കീപ്പ് ചെയ്യൽ നിർബന്ധമാണ്. ക്യാഷ് ബേസിസിൽ കമ്പനികൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ പാടില്ല. കമ്പനികളിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് അക്രൂവൽ ബേസിസിലാണ്. എന്താണ് അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ? എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് ആസ് ആൻഡ് വെൻ ദേ ആർ ഇൻകേർഡ്. എല്ലാ എക്സ്പെൻസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് അത് എക്സ്പെൻസ് ഇൻകർ ആയാൽ തന്നെ റെക്കോർഡ് ചെയ്യണം. നോട്ട് വെൻ ദേ ആർ പെയ്ഡ്. അത് പേ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഓരോ എക്സ്പെൻസും അത് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞാൽ ഉടൻ അത് റെക്കോർഡ് ചെയ്യാം. നോട്ട് വെൻ ദേ ആർ പെയ്ഡ്. പേ ചെയ്തിട്ടല്ല അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് അക്രൂവൽ ബേസിസ്. അതേപോലെ റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് ആസ് ആൻഡ് വെൻ ദേ ആർ ഏൺഡ്, നോട്ട് വെൻ ദേ ആർ റിസീവ്ഡ്. കമ്പനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള റവന്യൂസ് അത് കിട്ടേണ്ട സമയമായി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാം. നോട്ട് വെൻ ദേ ആർ റിസീവ്ഡ്. റിസീവ് ചെയ്തതിന് ശേഷമല്ല റെക്കോർഡ് ചെയ്യുക. റിസീവ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ.
and that should be according to the double entry system of accounting. കമ്പനികൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ തന്നെ കീപ്പ് ചെയ്യണം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ടിങ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ തന്നെ അക്കൗണ്ടിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് ഓഫീസിലാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രമല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും രജിസ്റ്റേർഡ് ഓഫീസിൽ കീപ്പ് ചെയ്യണം. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ എന്തെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചസിൻ്റെ ഉൾപ്പെടെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ബ്രാഞ്ചിൽ തന്നെ കീപ്പ് ചെയ്യാം, പക്ഷെ അവിടെ നിന്ന് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ അതിൻ്റെ സമ്മറൈസ് റിട്ടേൺ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. കീപ്പ് ചെയ്യേണ്ടത് അക്രൂവൽ ബേസിസിലാണ്, ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിരിക്കണം അക്കൗണ്ടിങ് എല്ലാം ചെയ്യേണ്ടത്. ആ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. അതുപോലെ കമ്പനി ഷുഡ് കംപ്ലൈ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 133 ഓഫ് ദ കമ്പനീസ് ആക്ട്. എല്ലാ കമ്പനികളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. കംപ്ലൈ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൾ ബി ഇൻ ദ ഫോം ആസ് മേ ബി പ്രൊവൈഡഡ് for different class of companies in Schedule 3. Schedule 3ൽ പറയുന്ന ഫോമിലായിരിക്കണം അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം ഷെഡ്യൂൾ 3ൽ പറയുന്ന ഫോമാറ്റ്സിലായിരിക്കണം. ഓക്കെ, ഷെഡ്യൂൾ 3ൽ രണ്ട് കാര്യങ്ങൾ. പാർട്ട് 1 ബാലൻസ് ഷീറ്റ് ഒരു ഫോമാറ്റ്സ് പറയുന്നുണ്ട്, പാർട്ട് 1. പാർട്ട് 2ൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ഫോമാറ്റ്സ് ഉണ്ട്. ഈ ഷെഡ്യൂൾ 3 അപ്ലിക്കബിൾ അല്ല ഇൻഷുറൻസ് കമ്പനികൾക്ക്, ബാങ്കിങ് കമ്പനികൾക്ക്, ഇലക്ട്രിസിറ്റി കമ്പനികൾക്കും ഓർ എനി അതർ ക്ലാസ് ഓഫ് കമ്പനി ഫോർ വിച്ച് എ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹാസ് ബീൻ സ്പെസിഫൈഡ് ഇൻ ഓർ അണ്ടർ ദ ആക്ട് ഗവേണിംഗ് സച്ച് ക്ലാസ് ഓഫ് കമ്പനി. ഓക്കെ, ഇൻഷുറൻസ് കമ്പനികൾക്കും ബാങ്കിങ് കമ്പനികൾക്കും ഇലക്ട്രിസിറ്റി കമ്പനികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള കമ്പനികൾക്ക് അവർക്ക് പ്രത്യേകിച്ച് വല്ല ഫോംസ് ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികൾക്കും ഈ ഷെഡ്യൂൾ 3 ഫോമാറ്റ്സ് ആപ്ലിക്കബിൾ അല്ല. എക്സെപ്ഷൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു രജിസ്റ്റേർഡ് ഓഫീസിൽ. എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ റിലേഷൻ ടു എ കമ്പനി ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. മീൻസ് എന്നല്ല, ഇൻക്ലൂഡ്സ് എന്നാണ്. ഓക്കെ, ഇൻക്ലൂഡ്സ് എ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ കമ്പനീസ് ക്യാരിയിങ് ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ആണെങ്കിൽ income and expenditure account, cash flow statement, statement of changes in equity and their explanatory notes. ഈ 5 കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇഫ് ദ കമ്പനി ഈസ് ക്യാരിയിങ് any activity not for പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാത്ത ചെയ്യുന്ന സെക്ഷൻ 8 കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിലൊക്കെ ഉണ്ടാവുന്ന റിസർവ്സിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതുപോലെ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലനേറ്ററി നോട്ട്സ്. ഇതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ചില കമ്പനികൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടാത്ത കമ്പനികൾ 1-person കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെൻ കമ്പനി, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി. ഇത്തരം കമ്പനികൾക്ക് മേ നോട്ട് ഇൻക്ലൂഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നിർബന്ധമില്ല. 1-person കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി ആൻഡ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് മാത്രമല്ല പറയേണ്ടത്, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി. ഗവൺമെൻറ് പ്രത്യേക നോട്ടിഫിക്കേഷൻ പ്രകാരം ഫോം ചെയ്ത കമ്പനികളാണ് ഈ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് മേ നോട്ട് ഇൻക്ലൂഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി issue of shares, forfeiture of shares and reissue of shares. ഇതിൻ്റെ അക്കൗണ്ടിങ് റിലേറ്റഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.